ഹൈക്കോടതി വരെ സഹകരണ മേഖലയെ വിശേഷിച്ച് കേരള ബാങ്കിനെ അഭിനന്ദിച്ച ഒരു കാര്യമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം 298 പേർ മണ്ണിനടിയിൽ പോയി സമാനതകളില്ലാത്ത ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മളെല്ലാം വേദനിക്കുകയും വിഷമിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാരെ സംബന്ധിച്ചോളം അവർ വിവിധ ബാങ്കുകളിൽ വായ്പ എടുത്തിരുന്നവരായി. അത് നാഷണലൈസ് ബാങ്കുകളിൽ ഉണ്ടായിരുന്നു, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഉണ്ടായിരുന്നു, പ്രൈമറി സംഘങ്ങളിൽ ഉണ്ടായിരുന്നു, കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഉണ്ടായിരുന്നു. അതിലാദ്യം ഈ കാര്യത്തിൽ കേരള ബാങ്കാണ് ഏതാണ്ട് 600 ലക്ഷത്തിൽ പരം രൂപ എഴുതിത്തള്ളാൻ തീരുമാനിച്ച് ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ പ്രഖ്യാപനം. അത് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ മറ്റ് കൃഷിക്കാരും ഗവൺമെന്റും സമർപ്പിച്ച ഹർജി നിലനിൽക്കുമ്പോൾ ആ ഹർജിയിൽ പലപ്പോഴായി ഹൈക്കോടതി തന്നെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള നാഷണലൈസ് ബാങ്കുകളോടെല്ലാം അത് റൈറ്റ് ഓഫ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അവർ ഇതുവരെ അതിന് തയ്യാറായതിന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് അപ്പോൾ കൊടുത്ത സഹായം ചില ബാങ്കുകൾ എത്തിയപ്പോൾ അവർക്ക് കിട്ടാനുള്ള ലോണിൽ വരവ് വെക്കാനാണ് അവർ താല്പര്യം കാണിച്ചത്. അത് മുഖ്യമന്ത്രി ഇടപെട്ടാണ് തിരിച്ചു കൊടുപ്പിച്ചത്. അങ്ങനെ ചില ബാങ്കുകളുണ്ടായിരുന്നു. ആ സമയത്ത് അത് മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്ത ഏക ബാങ്ക് കേരള ബാങ്കാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്: കേരള ബാങ്ക് സ്വീകരിച്ച മാതൃക നിങ്ങൾക്കും സ്വീകരിച്ചു കൂടെ എന്ന് നാഷണലൈസ് ബാങ്കിലൂടെ ചോദിച്ചു. ഒരു മാതൃകാപരമായ പ്രവർത്തനം ഈ കാര്യത്തിൽ മാത്രമല്ല, സഹകരണ മേഖല പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രളയക്കെടുതി ഉണ്ടായപ്പോഴും, കോവിഡ് വന്നപ്പോഴും, ഓക്കി ദുരന്തം വന്നപ്പോഴും, നിപ വന്നപ്പോഴും എല്ലാം ദുരിതാശ്വാസ രംഗത്ത് വലിയ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് സഹകരണ മേഖല പൊതുവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിരുന്നു 2300 പരം വീടുകൾ നമ്മളിപ്പോൾ സൗജന്യമായി വെച്ചു കൊടുത്തത്. അത് കേരള ബാങ്കിന്റെ പങ്കുണ്ട്. അത്തരത്തിലുള്ള നാനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തപ്പോൾ തന്നെ ഒരു വലിയ രൂപത്തിലൊരു കമ്മിറ്റ്മെന്റോട് കൂടി നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് എന്ന ധാരണ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ രംഗത്തെല്ലാം ഇടപെട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ അന്ന് ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ പരിസരഹിത വായ്പ കൊടുത്തതും സഹകരണ മേഖല മാത്രമാണ്, വേറെ ഒരു ബാങ്കും കൊടുത്തില്ല. അപ്പൊ അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ അത്തരം സംഭവം എടുത്താണ്. അപ്പോൾ വയനാട് ദുരന്തത്തിലെ ഈ കാര്യം കൂടി എടുത്തു സൂചിപ്പിക്കും.